നമസ്കാരം. 2026 ജൂൺ 2 വ്യാഴം രാശി മാറുകയാണ്. 1201 ഇടവം 19 ഈ രാശിമാറ്റം. വ്യാഴം അതിൻ്റെ ശത്രുവിൻ്റെ ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും സ്വന്തം ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്കാണ് മാറി വരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക രാശിക്കാർക്കും ഏറെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് 2026 ജൂൺ 2 ആരംഭിക്കുന്ന സമയം. ഒരു രാശിയിൽ ഏറെക്കുറെ ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരകാലം. 12 വർഷത്തിന് ശേഷമാണ് വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് എത്തുന്നതും അത്യധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും. മറ്റെല്ലാ ഗ്രഹങ്ങളെപ്പോലെ തന്നെയും ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഗുണഫലവും ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ദോഷഫലവുമാണ് ഗുരുവിൽ നിന്നും ഉണ്ടാവുന്നത്. പ്രധാനമായും 3, 6, 8, 12 രാശികളിൽ വരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മറ്റ് രാശിക്കാർക്ക് അത്യധികം ഗുണഫലങ്ങളുമാണ് ഈ സമയത്ത് ലഭിക്കുന്നത്. എന്നിരുന്നാലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലേക്കാണ് സംക്രമണം ചെയ്യുന്നത് കൊണ്ടും 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ഉള്ളതുകൊണ്ടും ഈ പറയുന്ന ദുസ്ഥാനത്ത് ഉള്ളവർക്കും ദോഷഫലങ്ങൾ വളരെ കുറവ് മാത്രമേ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇനി ഒരു വർഷം, അതായത് 2027 ജൂൺ 25 വരെ വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലാണ് ഉണ്ടാവുക. ഓരോ രാശിയിലെയും നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഈ വ്യാഴ സംക്രമണം വഴി ഫലം പ്രദാനം ചെയ്യുന്നത് എന്ന് നോക്കാം. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങൾ പുണർദം, അവസാന പാദം, പൂയം, ആയില്യം ഇവയാണ്. ഇവരുടെ രാശിനാഥൻ ചന്ദ്രൻ ആണ്. ഇതുവരെ 12ാം ഭാവത്തിലായിരുന്ന വ്യാഴം ഇപ്പോൾ ജന്മത്തിലേക്ക് വരികയാണ്. വ്യയസ്ഥാനത്തായിരുന്ന വ്യാഴം ഇപ്പോൾ അത്യധികം ഗുണകരമായ ഭാവത്തിലേക്കാണ് വരുന്നത്. ഇതുവരെ ഇവർക്ക് വ്യാഴം അത്ര അനുകൂല സ്ഥിതിയിലായിരുന്നില്ല. ചിലവ് വർദ്ധിക്കുകയും പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുകയും മാനസികമായിട്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയം കൂടിയായിരുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് നിന്നും ഇവർ വളരെയധികം ഗുണപ്രദമായ ഒരു സമയത്തിലേക്കാണ് വന്നു ചേരുന്നത്. ഗുരു ജന്മത്തിലാണ്, അതായത് ഗുരു കൂടെയുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ജന്മത്തിൽ വ്യാഴം അത്ര ഗുണകരമല്ലെങ്കിലും വ്യാഴം അതിൻ്റെ ഉച്ചസ്ഥനായിട്ടാണ് കർക്കിടകത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കർക്കിടകക്കൂറുകാർക്ക് വളരെ അധികം ഗുണകരമായിരിക്കുകയാണ്. കർക്കിടകം ആണ് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം. ഉച്ചക്ഷേത്രത്തിലേക്ക് വ്യാഴം എത്തുന്നത്, സ്വന്തം ക്ഷേത്രത്തിലേക്ക് വ്യാഴം ഉച്ചസ്ഥനായി എത്തുന്നത് ഇവർക്ക് വളരെ അധികം ഗുണകരമാണ്. മാത്രമല്ല ശനിയും അനുകൂല ഭാവത്തിലാണ്, അതായത് ഭാഗ്യസ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ അധികം ഗുണകരമായ ഒരു വർഷമാണ് 2026 ജൂൺ 2 മുതൽ വന്നു ചേരുന്നത്. പ്രധാനമായും സന്താന ഭാഗ്യം ഉണ്ടാവുന്ന ഒരു വർഷമാണ്. ദീർഘകാലമായി സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന ഒരു വർഷമാണ്. പ്രാർത്ഥനയും ചികിത്സയും ഒക്കെ ഫലം കാണുന്ന വർഷമാണ് എന്ന് തന്നെ പറയാം. ധനപരമായി പുരോഗതി ഉണ്ടാവുന്ന വർഷം കൂടിയാണ്. പല രീതിയിലുള്ള ധനം വന്നു ചേരുന്നതാണ്. അവിചാരിതമായി ധനം കയ്യിലേക്ക് വന്നു ചേരുന്ന വർഷമാണ്. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും ഉള്ള ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകുവാനും അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനും ജോലി വഴി മികച്ച വരുമാനം ഉണ്ടാകുവാനും അതുവഴി നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും ഒക്കെ കഴിയുന്നതാണ്. വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇതുവരെ ഏതെങ്കിലും രീതിയിൽ തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ അവ മാറിക്കിട്ടുന്നതും വിവാഹത്തിൽ തീരുമാനമുണ്ടാവുകയോ അത് നടന്നു കിട്ടുകയോ ചെയ്യുന്നതും ആയിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകുവാനും പുതിയ സംരംഭം തുടങ്ങുവാനും പുതിയ ബിസിനസ് പങ്കാളിയെ ലഭിക്കുവാനും ഈ വർഷം ഇവർക്ക് സാധ്യതയുണ്ട്. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷയിൽ വിജയം നേടുവാൻ കഴിയുന്നതാണ്. അനുയോജ്യമായ കോഴ്സുകൾ ലഭിക്കുന്നതിനും ഇവർക്ക് അവസരമുണ്ടാവുന്നതാണ്. ജീവിത രീതി പൊതുവെ മാറി വരുന്ന ഒരു സമയമാണ്. യോജിച്ച തീരുമാനങ്ങൾ എടുക്കുവാനും
തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ തിരുത്തി പോകുവാനും എല്ലാം ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതായിരിക്കും. വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ്. തൻ്റെ വാക്കിന് വിലയുണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. രാഷ്ട്രീയക്കാർക്ക് നേട്ടവും പദവിയും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യപരമായി പ്രശ്നങ്ങളുള്ളവർക്ക് അത് മാറിക്കിട്ടുന്നതും ആരോഗ്യ പുരോഗതി ഉണ്ടാവുന്നതും രോഗശാന്തി ലഭിക്കുന്നതുമാണ്. ചികിത്സ ചെയ്യുന്നവർക്ക് അതിന് ഫലം ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വരുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ പങ്കാളികൾ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതും രമ്യതയിൽ പോകുന്നതും സന്തോഷമായി ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനും ഇവർക്ക് ഈ സമയം സാധിക്കുന്നതാണ്. ആത്മീയ ചിന്തകൾ കൂടുന്ന സമയം കൂടിയാണ്. ആത്മീയ യാത്രകൾ, അതായത് തീർത്ഥയാത്രകൾ, പുണ്യക്ഷേത്രത്തിലേക്കുള്ള യാത്രകൾ എന്നിവ നടത്തുവാനും അനുകൂലമായ അവസരം വന്നു ചേരുന്നതാണ്. ജാതകത്തിൽ ഗ്രഹനില അനുസരിച്ച് വ്യാഴം അനുകൂല സ്ഥാനത്താണോ അനിഷ്ട സ്ഥാനത്താണോ എന്ന് പരിശോധിക്കേണ്ടതും ദശാപഹാരം കൂടി നോക്കി അനുകൂലമല്ലെങ്കിൽ അതിനു വേണ്ട പ്രതിവിധികൾ നടത്തുകയും ചെയ്താൽ അനുകൂലമായ ഈ സന്ദർഭത്ത് ഏറ്റവും കൂടുതൽ ഇവർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. ഇവർ പ്രധാനമായും ഈ സമയത്ത് ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകളും പ്രാർത്ഥനയും ഒക്കെ ചെയ്ത വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങൾ അതിൻ്റെ പൂർണ്ണ തോതിൽ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും.